അതിജീവിതയ്ക്ക് കൊടുത്ത വാക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലിച്ചു. വാക്കു പറഞ്ഞാൽ അത് നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയാണ് താനെന്ന് പിണറായി വിജയൻ തെളിയിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നു. വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പ്രോസിക്യൂഷൻ DGയുടെ നിയമോപദേശം പുറത്തുവന്നു. മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ സംശയനിഴലിലുള്ള ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ലെന്നും കോടതിയുടെ സമീപനം പക്ഷപാതപരമായിരുന്നുവെന്നും നിയമോപദേശത്തിൽ വ്യക്തമാക്കുന്നു. മറ്റ് പ്രതികൾക്കെതിരെ സ്വീകരിച്ച തെളിവുകൾ പോലും ദിലീപിന്റെ കാര്യത്തിൽ കോടതി തള്ളിക്കളഞ്ഞത് വിവേചനപരമാണ്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച അഭിഭാഷകരെ തുടരാൻ അനുവദിച്ചതും വിധിന്യായത്തിൽ അവരെ അനുമോദിച്ചതും നിയമവിരുദ്ധമാണെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നു. പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകളും ബാലചന്ദ്രകുമാറിന്റെ ശബ്ദരേഖകളും വിചാരണ കോടതി വേണ്ടും വിധം പരിഗണിച്ചിട്ടില്ല എന്നാണ് സർക്കാരിന്റെ വാദം. വിധിയിലെ ഈ സാങ്കേതികവും നിയമപരവുമായ പിഴവുകൾ ചൂണ്ടിക്കാട്ടി അടുത്ത ആഴ്ചയോടെ സർക്കാർ അപ്പീൽ സമർപ്പിക്കും. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവ് വിധിച്ചെങ്കിലും ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിലീപിനെ വെറുതെ വിട്ടത്. ഇതോടെ കേസ് പുതിയൊരു തലത്തിലേക്ക് പോവുകയാണ്. സർക്കാർ ശക്തമായ രീതിയിൽ തന്നെ അതിജീവിതയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നു. വിചാരണ കോടതി ജഡ്ജിയുടെ വിധി പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നില്ല. പക്ഷേ വിധി പൊതുജനങ്ങൾക്ക് സ്വീകാര്യം ആകണം എന്നില്ല. പക്ഷേ ഇതിൽ ഒരുപാട് സാങ്കേതികമായ പിഴവുകൾ ഉണ്ട്. ബാലചന്ദ്രകുമാർ സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾ അത് വിചാരണ കോടതി മുഖവിലയ്ക്ക് എടുത്തില്ല. മഞ്ജു വാര്യരുടെ മൊഴി അതും മുഖവിലയ്ക്ക് എടുത്തില്ല. മഞ്ജു വാര്യരും രമ്യ നമ്പീശനും ഒക്കെ ദിലീപിനെതിരായി മൊഴി നൽകിയിരുന്നു. പക്ഷേ ഈ മൊഴികളൊന്നും മുഖവിലയ്ക്ക് എടുക്കാതെയാണ് വിചാരണ കോടതി ദിലീപിനെ വെറുതെ വിട്ടത്. മറ്റൊന്ന്, മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ സംഭവമാണ്. മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയത് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിട്ടും അത് ഒരു തെളിവായി കോടതി അംഗീകരിച്ചില്ല. കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ 3 പ്രാവശ്യമാണ് മാറിയത്. ഇത് അന്വേഷണ സംഘം ശക്തമായ തെളിവായി ദിലീപിനെതിരെ സമർപ്പിച്ചിരുന്നു. പക്ഷേ അത് വിധിന്യായത്തിൽ വിധി പറയാൻ കോടതി തയ്യാറായില്ല. ഇങ്ങനെ സാങ്കേതികവും നിയമപരവുമായ ഒരുപാട് പിഴവുകൾ വിചാരണ കോടതിയുടെ വിധിന്യായത്തിൽ ഉണ്ട്. ഇതാണ് സർക്കാരിന് തുണയായി കച്ചിത്തുരുമ്പായി മാറിയത്. വിചാരണ കോടതി വിധി സാങ്കേതികപരമായി നിലനിൽക്കില്ല എന്നാണ് പ്രോസിക്യൂഷൻ DGയുടെ നിയമോപദേശം. വിചാരണ കോടതി ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ലെന്നും കോടതിയുടെ സമീപനം പക്ഷപാതപരമായിരുന്നുവെന്നും നിയമോപദേശത്തിൽ വ്യക്തമാക്കുന്നത് ശ്രദ്ധേയമാണ്. ഇതോടെ വിചാരണ കോടതി ജഡ്ജിയുടെ വിധി പ്രോസിക്യൂഷൻ DG പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശക്തമായ തെളിവുകൾ നിരത്തിയാണ് സർക്കാർ അപ്പീലിന് പോകുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് സർക്കാരിൻ്റെ നീക്കം. കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ദിലീപിൻ്റെ ശരീരഭാഷയൊക്കെ മാറിയിരുന്നു. കേസ് അന്വേഷിച്ച ADGP സന്ധ്യയ്ക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ദിലീപ് ഉന്നയിച്ചത്. മഞ്ജു വാര്യരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന തരത്തിലും ദിലീപ് പറഞ്ഞു. മഞ്ജു വാര്യരും പോലീസിലെ ചില ക്രിമിനലുകളും ചേർന്നാണ് തന്നെ കുടുക്കിയത് എന്നായിരുന്നു ദിലീപ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ചത്. മറ്റൊന്ന്, ഈ കേസിലെ തെളിവ് നശിപ്പിക്കാൻ അഭിഭാഷകർ ശ്രമിച്ചു എന്ന ലോ പോയിന്റാണ്. പൾസർ സുനിയുടെ സഹതടവുകാരനായ ജിൻസനെ സ്വാധീനിക്കാൻ ഈ കേസിലെ ദിലീപിൻ്റെ അഭിഭാഷകനായ രാമൻ പിള്ളയുടെ കീഴിലുള്ള അഭിഭാഷകർ ശ്രമിച്ചുവെന്ന് ജിൻസൺ കോടതിയിൽ മൊഴി നൽകി.
എന്നാൽ അത് കാര്യമായി കോടതി എടുത്തില്ല. ഈ അഭിഭാഷകരെ, രാമൻപിള്ള അടക്കമുള്ള അഭിഭാഷകരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും അത് കോടതി തള്ളിക്കളഞ്ഞു. ഇങ്ങനെ കോടതിയുടെ വിധി പക്ഷപാതപരമായിരുന്നു എന്ന് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അപ്പീൽ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിജീവിതയുടെ കേസ് രാഷ്ട്രീയപരമായും കുതിപ്പ് നടത്താൻ സഹായകരമാകുന്ന കേസാണ്. അതിജീവിതയ്ക്ക് പിന്നിൽ സർക്കാർ അടിയുറച്ചു നിൽക്കുന്നു എന്ന തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാകാൻ ഇതിലൂടെ സാധിക്കും. രാഷ്ട്രീയപരമായും ആശയപരമായും ഒരുപാട് മാനങ്ങളുള്ള കേസാണ് ഇത്. ഈ കേസിൽ ദിലീപിനെ വെറുതെ വിട്ട കോടതി നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. ദിലീപിനെ വെറുതെ വിട്ട സാഹചര്യം കോടതിയുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ വിചാരണ കോടതി വിധിയെ ഇഴകീറി പരിശോധിച്ച് അതിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി അപ്പീലിന് ഒരുങ്ങുന്നത്. വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത സുപ്രീം കോടതി വരെ പോയിരുന്നു. എന്നാൽ സുപ്രീം കോടതി അടക്കം വിചാരണ കോടതി ജഡ്ജിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. എന്തായാലും ഈ വിധി, ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി, അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഈ വിധിയുമായി ബന്ധപ്പെട്ട് അതിജീവിത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്കൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മുഖ്യമന്ത്രിക്ക് മുമ്പിൽ അതിജീവിത പൊട്ടിക്കരഞ്ഞു. മുഖ്യമന്ത്രി അതിജീവിതയെ ആശ്വസിപ്പിച്ചു. കേരളം ഒന്നടങ്കം അതിജീവിതയ്ക്കൊപ്പമുണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹം ആശ്വസിപ്പിച്ചത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അത് ശക്തമായ വാക്കുകൾ തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി. പ്രോസിക്യൂഷൻ DGയുടെ നിയമോപദേശം പുറത്തു വന്നതോടെ അതിജീവിതയുടെ കാര്യത്തിൽ സർക്കാർ കാണിക്കുന്ന കാരുണ്യവും ശ്രദ്ധേയമായി മാറുകയാണ്. അതിജീവിത എന്ന പേര് അവൾക്ക് ലഭിച്ചത് അവൾ അനുഭവിച്ച തിക്ത അനുഭവങ്ങളെ തരണം ചെയ്ത് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതോടുകൂടിയാണ്. യാതൊരു സ്ത്രീയും തളർന്നു പോകുന്ന രീതിയിലുള്ള പീഡനമാണ് അതിജീവിതയ്ക്ക് നേരിട്ടത്. കോടതി മുറിയിൽ വെച്ച് പലപ്പോഴും പൊട്ടിക്കരയേണ്ട സംഭവം അവൾക്ക് ഉണ്ടായി. ദിലീപിൻ്റെ അഭിഭാഷകർ വെർച്വൽ റേപ്പ് തന്നെ നടത്തിയെന്ന് അതിജീവിതയ്ക്ക് തുറന്ന് പറയേണ്ടി വന്നു. പൾസർ സുനിയിൽ നിന്ന് അനുഭവിച്ച പീഡനത്തെക്കാൾ ക്രൂരമായ പീഡനമാണ് കോടതി മുറിയിൽ നിന്ന് താൻ അനുഭവിച്ചതെന്ന് അതിജീവിത പറഞ്ഞതും ശ്രദ്ധേയം. എന്തായാലും വിചാരണ കോടതി ജഡ്ജിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാർ അപ്പീലിന് പോകുന്നു.